ഹായ്, വെൽക്കം ബാക്ക്. നമുക്ക് നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് ചെക്ക് ചെയ്യുന്നതിന് മുൻപ് ഇന്നത്തെ മാർക്കറ്റിനകത്ത് നമ്മുടെ ലെവൽസ് ഏതെല്ലാം രീതിയിൽ വർക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ് ബാങ്ക് നിഫ്റ്റിയുടെ കേസും പറഞ്ഞിരുന്നു. ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടി നമ്മളൊരു ലോങ് ടൈം ട്രെൻഡ് ലൈൻ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡൗൺ ആയി വരാനുണ്ട് എന്നുള്ളതും, നിഫ്റ്റിയുടെ കേസാണെങ്കിൽ നിഫ്റ്റി അറൗണ്ട് നമ്മൾ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിനകത്ത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നല്ല വോളറ്റൈലായിരുന്നു, വളരെയധികം വോളറ്റൈലായിരുന്നു. അപ്പോൾ ഓപ്പണിങ്ങും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഇന്നത്തെ മാർക്കറ്റിനകത്ത് തന്നെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ മാർക്ക് ചെയ്തിരുന്ന ഒരു ഏരിയ ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. അതായത് നമ്മുടെ ട്രെൻഡ് ലൈൻ ഇതാണ്. ഈ ട്രെൻഡ് ലൈനിൻ്റെ കുറച്ചുകൂടി ബ്രേക്ക് ആവാൻ 200 പോയിന്റ് കൂടി വേണമെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അനാലിസിസ് വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ 3 മിനിറ്റ് ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായി കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് അറൗണ്ട് കഴിഞ്ഞ ദിവസത്തെ കൺസോളിഡേഷൻ വന്നിരിക്കുന്ന ആ ഒരു ഏരിയക്കകത്ത് തന്നെയായിരുന്നു ഓപ്പൺ ആയിരിക്കുന്നത്. അതൊരു നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലായിരുന്നു. ദെൻ കറൻ്റ്ലി അത് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി ട്രൈ ചെയ്തെങ്കിലും പക്ഷേ അത് നന്നായിട്ട് താഴേക്ക് രാവിലത്തെ മോർണിംഗ് സെക്ഷനിൽ അത്യാവശ്യം മാർക്കറ്റ് താഴേക്ക് പോന്നിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. അറൗണ്ട് 520 പോയിന്റോളം താഴേക്ക് പോന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മളിപ്പം ഏകദേശം ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു ലോങ് ടൈം ട്രെൻഡ് ലൈൻ നമുക്കിവിടെ കാണാം. അതിനുശേഷം ലോങ് ടൈം ട്രെൻഡ് ലൈനകത്ത് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഈ രീതിയിലൂടെ സപ്പോർട്ട് എടുത്ത് താഴേക്ക് പോകുന്നതിന് ശേഷം അവിടെ വീണ്ടും സപ്പോർട്ട് എടുത്ത് റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വീഴുന്ന കാണാം. ഇത് കണ്ട് ഈ ഒരു സംഭവം കണ്ട് എൻട്രി എടുത്തിരിക്കുന്ന ഒരുവിധം ആളുകളുടെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ച് ഇതാക്കിയതിന് ശേഷമായിരിക്കും മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് കയറിക്കുന്നത്. നമുക്ക് 15 മിനിറ്റ്സിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് നമുക്ക് കാണാവുന്നതാണ് സംഭവം. 15 മിനിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതാക്കി കാണാം. 15 മിനിറ്റ്സ് ആയിരിക്കും ഒരു ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് എൻട്രി എടുക്കുന്ന ഒരു ഏരിയയാണ്. 50 മിനിറ്റ്സിനകത്ത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. സോ അതിനുശേഷം നന്നായിട്ട് മാർക്കറ്റ് താഴെ വീടും. നമ്മൾ അതിനുശേഷം മാർക്ക് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് 47,132. ഓക്കെ, സോ അതിനകത്ത് കുറച്ച് റെസിസ്റ്റൻസ് ഫീൽ ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് കയറിയിരിക്കുന്നത്. സോ മാർക്കറ്റ് കയറിയതിന് ശേഷം നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം നമ്മൾ ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സോണാണ്. ആ സോണിനകത്താണ് വന്ന് സപ്പോർട്ട് ചെയ്ത് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. ശേഷം ദെൻ വീണ്ടും അവിടേക്ക് താഴെ വീണ ശേഷം നമുക്ക് കാണാം നമ്മുടെ എക്സാക്റ്റ് ട്രെൻഡ് ലൈനിനകത്താണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. സോ ഇത് വളരെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നൊരു പാറ്റേൺ ആണ്. നമുക്ക് ഈ ഒരു സംഭവങ്ങൾ നമുക്കൊരു റീടെസ്റ്റ് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതായിട്ട് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, താഴെ വന്നതിന് ശേഷം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, ദെൻ താഴോട്ട് വന്ന് ഈ ട്രെൻഡ് ലൈനിനകത്ത് സപ്പോർട്ട് എടുത്തതിന് ശേഷം നമുക്ക് കാണാവുന്നതാണ് ഒരു സഡൻ മൂവായിട്ട് തന്നെ നമുക്ക് അവിടെ കാണാം. ഏകദേശം എത്ര പോയിന്റ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ്സ് ഒറ്റ ക്യാൻഡിൽ മാത്രം 512 പോയിന്റാണ് മൂവ് ചെയ്തിരിക്കുന്നത്. സോ വളരെ നല്ലൊരു പോസിറ്റീവ് ഇൻഡിക്കേഷനാണ് ആ സംഭവം തന്നിരിക്കുന്നത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഇപ്പം ആ ഒരു ട്രെൻഡ് ലൈൻ ഒരു ലോങ് ടൈം ട്രെൻഡ് ലൈൻ ഇന്നലത്തെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നന്നായിട്ട് നല്ലൊരു റാലി കാണാമെന്നുള്ളത്. ഈ സാധനം താഴേക്ക് ഒരു 200 പോയിന്റോളം താഴത്തേക്ക് പോരാനുണ്ടായിരുന്ന സമയത്ത് തന്നെയായിരുന്നു നിഫ്റ്റിയും ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു റിയാക്ട് ചെയ്തിരുന്നതും നമ്മൾ ആ ട്രെൻഡ് ലൈൻ വീഴുന്ന സമയത്ത് നിഫ്റ്റിയുടെ കേസും നിഫ്റ്റി ആ ഒരു ട്രെൻഡ് ലൈനിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് കാണാവുന്നതാണ് സംഭവങ്ങൾ. നിഫ്റ്റി ഏത് രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റിനകത്ത് നമ്മൾ നല്ല രീതിയിൽ വോളാറ്റൈലായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞു. ആ രീതിക്കകത്ത് കാണാവുന്നതായിരുന്നു. നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ആദ്യത്തെ ക്യാൻഡിലിന് ബാങ്ക് നിഫ്റ്റി ഏത് രീതിയിലാണോ താഴേക്ക് പോകുന്നിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നിഫ്റ്റിയുടെ കേസും വന്നിരിക്കുന്നത്. ഇപ്പം ഇത് നമ്മുടെ ആ ഒരു ട്രെൻഡ് ലൈനായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു ട്രെൻഡ് ലൈനാണ്. നമുക്ക് ലോങ് ടൈമിലേക്ക് ലക്ഷം കൂടി നീട്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ മാർക്കറ്റിനകത്തും ആ ഒരു രീതി തന്നെ 200 EMA ഒക്കെ ഈ കാണുന്ന ഈ ഡ്രോ ചെയ്തിരിക്കുന്ന 200 EMA ആണ്. 200 EMAയിൽ ഫസ്റ്റ് സംഭവം തന്നെ ഓപ്പൺ ആയതിനു ശേഷം മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് കയറാൻ വേണ്ടി ട്രൈ ചെയ്തു. ദെൻ 200 EMAയിൽ റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വീഴുകയും നമ്മൾ
ആദ്യം ഒന്ന് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ ആ ട്രെൻഡ് ലൈനകത്ത് ആ ഒരു ട്രെൻഡ് ലൈൻ തന്നെ പിന്നെ കുറച്ച് നേരം ആ ട്രെൻഡ് ലൈനകത്ത് കൺസോൾട്ടേഷൻ ചെയ്തു. നമ്മളിത് കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്യുന്നതാണ്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ ഏതുവരെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയാണ് 21,844 21,821 3 ലൈൻ വരച്ചിരുന്നു. 21,751 താഴെയുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഏരിയക്കകത്തൊക്കെ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് വീണ്ടും മാർക്കറ്റ്, അതായത് ബാങ്ക് നിഫ്റ്റി ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടിങ് എന്നുള്ള രീതിയിൽ മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പം പിന്നീട് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് കയറുകയുണ്ടായത്. ആ ഒരു കയറുന്നതിനനുസരിച്ച് തന്നെ നിഫ്റ്റിക്കകത്തും എക്സാക്റ്റ് ആ രീതിയിലുള്ള സംഭവങ്ങൾ തന്നെ കിട്ടി. നമുക്കിവിടെ കാണാം. ആദ്യത്തെ ആ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തു, ഒരു റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു, ദെൻ ആ സംഭവം എക്സാക്റ്റ് ആയിട്ട് കയറി പോകുമായിരുന്നു. നമുക്ക് ഇവിടുന്ന് കയറി കഴിഞ്ഞ സംഭവങ്ങൾ കാണാം. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തിരുന്നൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണുന്നതാണ് അവിടുന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും താഴേക്കൊരു ഫാള്. ആ രീതിയിലായിരുന്നു ഇന്നത്തെ മാർക്കറ്റിനകത്ത് ഉണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിരുന്ന ഏരിയക്കകത്തൊക്കെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ റാലിയുടെ കാര്യം എക്സ്പെക്ട് ചെയ്തിരുന്നു. ആ റാലിയുടെ അതേ കേസ് തന്നെയാണ് മാർക്കറ്റ് മുകളിലേക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ നാളത്തേക്ക് നമുക്ക് ഏത് രീതിയിൽ ഇപ്പം ഈ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആ 200 പോയിന്റോളം കറക്ഷൻ വരാനുണ്ടായിരുന്നു. താഴേക്ക് വന്നു. ആ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം വീണ്ടും മുകളിലേക്ക് കയറി അതിനുശേഷം ഏകദേശം 500 പോയിന്റോളം മുകളിലേക്ക് കയറിയിരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നാളത്തേക്ക് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ അത് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്ലേഷൻ ഡാറ്റ നമുക്ക് വരാനുണ്ട്. ഇൻഫ്ലേഷൻ ഡാറ്റ നെഗറ്റീവ് ആണെങ്കിൽ മാർക്കറ്റിനെ അത് നന്നായിട്ട് ദോഷമായിട്ട് തന്നെ ബാധിക്കും. സോ ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിസൾട്ട് കൂടി ഇൻഫ്ലേഷൻ ഡാറ്റ വന്നതിന് ശേഷമുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ എങ്ങനെ നാളത്തേക്ക് റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. സോ നമുക്ക് നാളത്തേക്കുള്ള മാർക്കറ്റിൻ്റെ ലെവൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിനകത്ത് ആൾറെഡി ഈ ലെവൽസ് എല്ലാം ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ കണ്ടിരിക്കുന്ന ഈ ലെവൽസ് എല്ലാം ബ്രേക്ക് ചെയ്ത് പോയതാണ്. സോ നാളെ നമുക്ക് ഒരു ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്കകത്തും ബാങ്ക് നിഫ്റ്റിക്കകത്തും ഏത് രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് സ്കോപ്പ് ഉള്ളതെന്നുള്ള കാര്യം നോക്കാം. നമ്മൾ ഈ ട്രെൻഡ് ലൈൻ്റെ കേസ് പറഞ്ഞത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കറക്ഷൻ രീതിയിൽ ഇപ്പം ഒരു 50 മിനിറ്റ്സ് ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം ഈ താഴേക്ക് പോരുന്നത് ഒരു ട്രെൻഡ് ലൈനിലൂടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിരുന്നു എക്സാക്റ്റ് ആയിട്ട് ഒരു ട്രെൻഡ് ലൈനിലൂടെ തന്നെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. സോ ഇന്നത്തെ മാർക്കറ്റിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സംഗതി കാണാം എക്സാക്റ്റ് ആയിട്ട് സംഭവത്തെ താഴേക്ക് വീഴുന്ന സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. സോ മാർക്കറ്റ് മുകളിലേക്ക് കയറുന്ന സമയത്തും എക്സാക്റ്റ് ആയിട്ട് ഇവിടെ കാണാം. നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനകത്ത് ആദ്യം ഒന്ന് റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും താഴേക്ക് വന്നിട്ട് നമ്മൾ ആ മാർക്കറ്റ് പറഞ്ഞു ട്രെൻഡ് ലൈനകത്ത് റെസിസ്റ്റൻസ് എടുത്ത് സപ്പോർട്ട് എടുത്തിരിക്കുന്ന സംഭവം കണ്ടു. ദെൻ അത് വീണ്ടും കയറിയിട്ടാണ് ഇവിടേക്ക് നോക്കിയത്. ഈ ഒരു സോണ് നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിരുന്ന ഒരു സോണാണ് ഈ ഒരു ലെവൽ, ഈ ഒരു ഏരിയ പറഞ്ഞിരുന്നു ഒരു നല്ല സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നൊരു ഏരിയയാണ്. സോ ഇന്ന് അവിടെയാണ് നമുക്ക് കാണാം മാർക്കറ്റ് കയറി കഴിഞ്ഞതിന് ശേഷം എക്സാക്റ്റ് ആയിട്ട് അവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് ഫേസ് ചെയ്തിട്ട് അവിടെ നിന്ന് മാർക്കറ്റിന് കയറി പോകാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ലെവലിലാണ് മാർക്കറ്റ് കയറി നിൽക്കുന്നത്. സോ നാളത്തെ മാർക്കറ്റിനകത്ത് നമുക്ക് ഈ ഒരു ഇൻഫ്ലേഷൻ ഡാറ്റ ഒരു 2 കേസാണ് ഏത് രീതിയിലാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് വരുന്നത് വെച്ചാൽ കാരണം ഇൻഫ്ലേഷൻ ഡാറ്റ വരാനുണ്ട്. അത് മാർക്കറ്റിനെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഒരു ഡൗൺവേർഡാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലെടുക്കാം. പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഒരു മാർക്കറ്റിന് നമ്മളിപ്പോൾ ഒരു സോൺ വരച്ചിട്ടുണ്ട് 47 ഇതിനകത്തുള്ള 47,824 എന്നുള്ളൊരു ഏരിയ നമ്മൾ വരച്ചിട്ടുണ്ട്. നമുക്ക് ലേശം ഒന്ന് നാളത്തേക്ക് നീട്ടി വരുന്ന വരയ്ക്കാം. ഈ ഒരു ഏരിയയ്ക്ക് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ തന്നെ 48,000 എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റിമെൻ്റൽ ഏരിയയാണ്. തൊട്ട് മുകളിൽ തന്നെ അധികം ഒരു സ്കാൾപ്പിങ്ങിന് വേണ്ടിയുള്ള വളരെ ചെറിയ പോയിന്റ് മാത്രമേ ഉള്ളൂ. 47,784 എന്നുള്ള സ്കാൾപ്പിംഗ് എൻട്രി എടുക്കാവുന്ന പോയിന്റ് ഒരു സോണായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 47,923 വരെ നമ്മൾ ഒരു നോട്രേഡ് സോണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം അതിനകത്ത് ഒരു ഏത് രീതിയിൽ ക്യാരക്ടർ മാറുന്നത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. സോ അതിന് മുകളിലേക്ക് ആവുകയാണെങ്കിൽ തന്നെ ചെറിയ രീതിയിൽ സ്കാൾപ്പ് ചെയ്യാൻ പോലുള്ള ഏരിയ ഇല്ല. സോ നാളെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് എന്നുള്ള കോൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ വരുന്ന രീതിയിലാണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്ഷനിലാണ് വെച്ചാൽ ഇതിനകത്ത് കയറി കഴിഞ്ഞ ശേഷം ഈ 48,000 ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഞാനൊരു കോൾ ഓപ്ഷനിലേക്കുള്ള സംഗതി പരിഗണിക്കണമെങ്കിൽ ആ രീതിയിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതല്ല ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് ഓപ്പണിംഗ് എന്നുള്ള ഒരു രീതിയിലാണ് സംഗതി വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അറൗണ്ട് ഏകദേശം നമുക്ക് മാർക്കറ്റിന് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഇമ്പോർട്ടൻറ്റ് സോണായിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ 47,441 എന്നുള്ള ഏരിയ.
സോ ആ ഒരു ഏരിയയ്ക്ക് താഴെയാണ് ഇതാക്കുന്നത്. അതിനുള്ളിൽ തന്നെ ഏകദേശം നമുക്കിപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് 47,749 ആ ഏരിയക്കകത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ 47,754 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഏരിയ നോക്കുകയാണെന്ന് വെച്ചാൽ 47,440 ഏകദേശം 300 പോയിന്റ് വ്യത്യാസമുണ്ട്. അതിൻ്റെ ആ ഒരു റേഞ്ച് 250 പോയിന്റ് 300 പോയിന്റിലൊക്കെ ആണെങ്കിൽ തന്നെ ഇതിനകത്ത് നമുക്കൊരു സപ്പോർട്ട് എടുത്ത്, കാരണം ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. നമുക്ക് ഇന്നത്തെ മാർക്കറ്റിനകത്ത് അത്യാവശ്യം നന്നായിട്ട് റാലി കിട്ടിയ കാര്യങ്ങളായിട്ട് ഒരുപാട് ദിവസങ്ങളിലേക്കുള്ള ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താണ്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യില്ല എന്ന് കരുതുന്നു. അപ്പോൾ അത് ചെയ്യാൻ ഇതിനെ വരികയാണെങ്കിൽ തന്നെ ഇവിടെ നമുക്കൊരു സപ്പോർട്ടോ കാര്യങ്ങളോ എടുത്ത് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നമുക്കൊരു കോൾ എൻട്രി ഡിപ്പെൻസ് അപ്പോൺ പ്രൈസ് ആക്ഷൻ ആ രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് കൂടാതെ തന്നെ നമുക്ക് വേറെ രീതിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു ഏരിയ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബാങ്ക് നിഫ്റ്റിക്കകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഏരിയ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. നമുക്കത് മുകളിലേക്ക് ട്രെൻഡ് കയറും എന്നുള്ള രീതിയിലാണെങ്കിൽ തന്നെ ഇവിടുന്ന് കുറച്ച് നേരം മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ കിട്ടിയ ശേഷം ഇവിടുന്ന് മുകളിലേക്ക് കയറി ഒരു റീടെസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് ഞാൻ നാളെ മാക്സിമം എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്നുകിൽ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ നോർമലി ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് തന്നതിന് ശേഷം ഗ്രാജുവലി മാർക്കറ്റ് മുകളിലേക്ക് കയറി ഒരു 48,000 അബോവ് റീടെസ്റ്റ് കിട്ടി കയറുന്ന രീതിയിലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് നെഗറ്റീവ് ആവുന്ന രീതിയിലാണെങ്കിൽ ഇവിടുന്ന് സപ്പോർട്ട് എടുക്കാണ്ട് വരുന്ന രീതിയിൽ ഒരു പുട്ട് ഓപ്ഷൻ എന്നുള്ള രീതിയിലേക്ക് വരുന്നതാണെങ്കിൽ താഴേക്ക് വന്നതിന് ശേഷം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിനു ശേഷമുള്ള രീതിയിൽ മാത്രമേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഇതിന് റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു പുട്ട് ഓപ്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഇവിടെ മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്ന് വീണ്ടും ഒരു റീടെസ്റ്റ് എടുക്കുന്ന രീതിയിലാണെങ്കിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രൈസ് ആക്ഷൻ ഞാനൊരു പുട്ട് ഓപ്ഷനിലേക്ക് പോകാം. സോ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ കേസ് മാറി തന്നെ ഇമ്പോർട്ടൻ്റ് ഏരിയക്കകത്താണ് മാർക്കറ്റ് ഉള്ളത്. മാർക്കറ്റ് കയറി കഴിഞ്ഞു. അതിന് മുകളിൽ തന്നെ കുറേ അധികം നമ്മൾ ഇത് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ, ഒരു ഇമ്പോർട്ടൻറ്റ് സോണായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ഉണ്ട്. 22,202 ടു 22,236. അവിടെ മാർക്കറ്റ് നമ്മൾ പ്രീവിയസ് ഡേയിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ തവണ സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് കാണാം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ബ്രേക്ക് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ റാലി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ അതിനുശേഷം ആ മാർക്കറ്റ് അവിടെ നിന്ന് കയറിയതിന് ശേഷം ഏകദേശം നമുക്ക് ഇന്ന് കയറിയിരിക്കുന്നത് 235 പോയിന്റോളം മുകളിലേക്ക് കയറിയിട്ടുണ്ട്. സോ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈം 30 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ലോങ് ടൈം ഫോളോ ചെയ്യുന്ന ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും ഉള്ളത്. ഈ ട്രെൻഡ് ലൈൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. സോ ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും ഉള്ളത്. സോ അതിന് താഴേക്ക് വരും. ഇപ്പോൾ ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ പോലും അതിൻ്റെ താഴേക്ക് എത്തുമെന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. സോ നോർമൽ രീതിയിലുള്ള സംഭവങ്ങളാണെങ്കിൽ ഒരു ന്യൂട്രൽ ഓപ്പണിംഗ്, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പം വന്നിരിക്കുന്നത് 119 പോയിൻ്റാണ്. ഇതിന് മുകളിലേക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഏകദേശം 116 പോയിന്റ് മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് കയറി ദെൻ ഒരു റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഒരു ഒരു കോൾ ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. അതല്ല ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിനകത്ത് സപ്പോർട്ട് എടുക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. മാർക്കറ്റ് അത്യാവശ്യം നന്നായിട്ട് കറക്ഷൻ വന്ന് അതിന് ശേഷം മുകളിലേക്ക് നമ്മൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിരിക്കുന്ന. സോ ഇവിടേക്ക് നെഗറ്റീവ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാലും ഈ ഒരു ട്രെൻഡ് ഒരു ലോങ് പീരീഡിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഡിപ്പെൻസ് അപ്പോൺ ആ സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഫോം ചെയ്യുന്ന കാൻഡിൽസും പ്രൈസ് ആക്ഷൻസും ബേസ് ചെയ്തിട്ടായിരിക്കും കോൾ എൻട്രീസ് എടുക്കുക. ഒരു പുട്ട് ഓപ്ഷൻ എന്നുള്ള രീതിയിലേക്ക് പോകുന്ന സംഭവങ്ങളാണെങ്കിൽ നമുക്കിവിടെ താഴേക്ക് ഈ ഒരു ലോങ് ടൈമിലേക്ക് വന്നിരിക്കുന്ന ട്രെൻഡ് ലൈൻ ഉണ്ട്. അതിൻ്റെ കൂടെ താഴേക്ക് വരുന്ന സമയത്ത് ഫോം ചെയ്തിരിക്കുന്ന ട്രെൻഡ് ലൈൻ, ഷോർട്ട് ടൈം ട്രെൻഡ് ലൈനുണ്ട്. ആ ഒരു ടാർഗറ്റ് ആക്കി വെച്ചുകൊണ്ട് ഇതിന് താഴേക്ക് ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ വരികയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിന് കൂടെ തന്നെ നോക്കേണ്ട ഒരു കേസ് ഇന്ത്യ വിക്സ് ഇന്ന് വളരെയധികം വോളറ്റൈലായിരുന്നു. വോളറ്റൈലിൻ്റെ മാത്രമല്ല നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാവുന്നതാണ് ഇന്ത്യ വിക്സിൻ്റെ കേസ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 20.60 ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ എന്ന് പറഞ്ഞാൽ 21.48 തന്നെയാണ് 52 വീക്ക് ഹൈയും വരുന്നത്. സോ ഇന്ത്യ വിക്സ് വളരെയധികം വോളറ്റൈലാണ്. അപ്പം കോൾ ഓപ്ഷൻസോ പുട്ട് ഓപ്ഷൻസ് ബൈ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. മാർക്കറ്റ് വളരെയധികം വോളറ്റൈലിറ്റി വളരെയധികം വരുന്നുണ്ട്. ഇപ്പോൾ നാളത്തേക്ക് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ടെങ്കിൽ തന്നെ നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവായിട്ടാണ് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇന്ത്യ വിക്സിനകത്ത് നല്ല വേരിയേഷൻ ഉണ്ടായിരിക്കും. സോ ഓപ്ഷൻസ് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ കൺഫർമേഷൻ വന്നതിന് ശേഷം മാത്രം പർച്ചേസിനോ കാര്യങ്ങളോ ഡബിൾ കൺഫർമേഷനോ കാര്യങ്ങളോ കിട്ടിയതിന് ശേഷം മാത്രം എൻട്രീസിന് നോക്കാം. ഓക്കെ, ബാക്കി നാളത്തെ മാർക്കറ്റ് അവേഴ്സിന് ശേഷം നോക്കാം.